ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൈസൺ അൽ ഹംറ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഇത് ഇമ്പോർട്ടഡ് കമ്പനി തന്നെയാണ്. അഥവാ മൈ പെർഫ്യൂംസിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ഈ കമ്പനി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബോക്സ് വരുന്നത് ഇങ്ങനെ അതിന്റെ അഥവാ ഈ കമ്പനിന്റെ ആംബർ ആൻഡ് ലെതർ, അത് ടോം ഫോർഡിന്റെ ഓംബർ ലെതറിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ആംബർ ആൻഡ് ലെതർ എന്ന് പറഞ്ഞിട്ട് അവർ ഈ പെർഫ്യൂം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പെർഫ്യൂമിന്റെ ബോക്സ് ഇങ്ങനെയാണ്. ഇതിന് ഈ കയ്യിലിരിക്കുന്ന പൊട്ടിക്കാത്ത പീസാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസ് ആയി കണ്ട് തോന്നി. അതിന്റെ പൊട്ടിച്ച പീസ് എങ്ങനെയാണ് വരുന്നത് ബോക്സ്. അതേ ആ ബോട്ടിന്റെ ക്രിയേഷനും ആ മാറ്റ് ഫിനിഷും ക്ലോസി ടൈപ്പിൽ വരുന്ന ടോപ്പ് ക്യാപ്പ്, തരക്കേടില്ലാത്ത നല്ല ഒരു ആറ്റോമൈസർ കണ്ടില്ലേ. ഇങ്ങനെയാണ് അതാ ആ ഒരു ഇത്തിരി സ്പൈസസോട് കൂടിയ ലെതർ. പക്ക നമുക്ക് ടെസ്കൽ ലെതർ അല്ലെങ്കിൽ അങ്ങനത്തെ ലെതർ നമുക്ക് പറയാൻ കഴിയില്ല. ടോം ഫോർഡിന്റെ ഊതുവുഡ്, ടോം ഫോർഡിന്റെ ടെസ്കൽ ലെതർ, ഓംബർ നൊമാഡ് ഇങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് അല്ല. ഐറിഷ് ലെതർ ഉണ്ടല്ലോ, നമ്മളെ മെമ്മോ പാരീസിന്റെ ഐറിഷ് ലെതർ, അതിനോട് സാമ്യമായിക്കാണ് നമുക്ക് ഈ ഒരു ഫ്രാഗ്രൻസിന് കാര്യമായി എനിക്ക് പറയാനുള്ളത്. വീഡിയോ പറയുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇന്റേതായ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്ന ഫീൽസുകളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഗൂഗിൾ നോക്കിയിട്ട് റിവ്യൂ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ എന്താണോ പറയുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ. ഇതിന്റെ പ്രൈസ് വരുന്നത് ഫുൾ ബോക്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2300 രൂപയാണ് ചാർജ് ചെയ്യുന്നത് 100 ml ബോട്ടിൽ കേട്ടോ. ഇനി അതെല്ലാം നിങ്ങൾക്ക് അതിന്റെ ചെറിയ ബോട്ടിൽ അങ്ങനെ നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെ ഡീക്കൻഡുകളായിട്ട് 10 ml ഒക്കെ പ്രൈസ് വരുന്നത് 350 രൂപ എന്ന റേറ്റ് വരുന്നുണ്ട്. ബോട്ടിലെ ചാർജും പ്ലസ് കേരളത്തിനുള്ളിലുള്ള 10 ഷിപ്പിംഗ് ചാർജ് അടക്കം ചാർജ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ റേറ്റ് പറഞ്ഞത്. ഇനി ഈ വീഡിയോ ഈ പെർഫ്യൂം അത്യാവശ്യം നല്ല പെർഫ്യൂമൊക്കെ നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താനും പുറമെ കൂട്ടത്തിൽ ഒരു പാർട്ടി പെർഫ്യൂം ആയിക്കാണ്ട് ഇതിനെ പരിചയപ്പെടുത്താൻ നമുക്ക് പറ്റും. കാരണം ഇത്തിരി ലെതർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രം. ഇത്തിരി ലെതർ ആൻഡ് പിന്നെ ഇത്തിരി ടബാക്കോ സ്മെല്ലും കൂടി, അഥവാ ഇത്തിരി സ്പൈസസ്, ടബാക്കോ, മെമ്മോ പാരീസിന്റെ ഐറിഷ് ലെതറിനോട് സാമ്യമുള്ള സ്പൈസസ് ആണ് വരുന്നത്. അത് എനിക്ക് ഒറ്റടിക്ക് ഫീൽ ആവും. എങ്ങനെയാന്ന് ചോദിച്ചാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മള് മാങ്ങ പിന്നെ ഉപ്പിരുമ്പാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പൗഡർ ഉണ്ടല്ലോ, മീൻസ് ഉപ്പ്, മുളക്, മല്ലി, മഞ്ഞള്, പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരലുണ്ട്. അങ്ങനത്തെ ഒരു സ്മെല്ലിന്റെ അതാണ് ഞാൻ ആ സ്പൈസസിലേക്ക് ഞാൻ പോയത് കേട്ടോ. അങ്ങനത്തെ ഒരു സ്പൈസസ് സ്മെല്ലാണ് എനിക്ക് ഇതിന്റെ ഓപ്പണിങ്ങിൽ കാര്യമായിട്ട് ആ സ്പൈസസിനോട് കൂടിയുള്ള ലെതർ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പക്ക വുഡി ലെതറാണ് വരുന്നത്. പിന്നെ ഹൈറ വുഡിന്റെ ആ സ്മെല്ല് ഉണ്ടല്ലോ, ആ ഒരു ടെമ്പർ വുഡിന്റെ ആ സ്മെല്ലാണ് പിന്നെ എനിക്ക് ഫീൽ ചെയ്തത്. അതിന്റെ സ്മെല്ലിന്റെ ലാസ്റ്റിങ് പിന്നെ മാറിയിട്ട് ബേസിനോട്ടൊക്കെ മാറുമ്പോൾ ഒരു ആംബറിന്റെ സ്മെല്ല് ചെറിയ രൂപത്തിൽ വന്നും പോയി നിൽക്കുന്നുണ്ട്. പിന്നെ ചെറിയ രൂപത്തിൽ ഒരു ലെവൻഡർ സ്മെല്ലും വന്നും പോയി നിൽക്കുന്നുണ്ട്. ഇതിന്റെ ലാസ്റ്റ് ഇത് ഞാൻ ഉപയോഗിക്കുന്ന പീസ് ജസ്റ്റ് എടുത്തിട്ട് ഞാൻ റിവ്യൂ ചെയ്യാണെന്ന് മാത്രം. ഇങ്ങനെ നമുക്ക് ഇതിന്റെ നോട്ട്സിൽ കറക്റ്റ് നമുക്ക് പറയാൻ കഴിയാം. ഈ ലാസ്റ്റിങ്ങിന്റെ കാര്യം നമുക്ക് ഒരു മാക്സിമം പോവാണെങ്കിൽ 6 hourന്റെ താഴെ, അഥവാ 5 to 6 hour ആണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്സിൽ ഈ മാതിരി ചൂടിൽ നമുക്ക് കിട്ടുന്നത്. ഇനി കുറച്ചും കൂടി ഗ്യാസിന്റെ ഉള്ളിൽ തണുപ്പിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുക ഒരു 8 മണിക്കൂറിന്റെ അടുത്തോളം എന്തായാലും കിട്ടും എന്നുള്ളതാണ്. ഇവര് ഇതിനെ ഇൻസ്പയർ ചെയ്തിട്ട് മീൻസ് ഇമ്പോർട്ടഡ് ബ്രാൻഡ് പെർഫ്യൂമിനെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് പെർഫ്യൂമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രൊഡ്യൂസറിന്റെ ക്ലോണൊക്കെ ഞാൻ ഇതിന് മുന്നേ പരിചയപ്പെടുത്തിയിരുന്നു. നല്ല പെർഫ്യൂമാണ്. കൂട്ടത്തിൽ അതിന്റെ യഥാർത്ഥ നോട്ട്സ് സ്മെല്ലും കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും. 10 ml ബോട്ടിൽ നമ്മളിവിടെ ചാർജ് ചെയ്യുന്നത് 360 രൂപക്കാണ്. അത് ഈ 360 രൂപ ചാർജ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ബോട്ടിലിന്റെ ചാർജ് പ്ലസ് നമ്മളെ ഷിപ്പിംഗ് ചാർജ് അടക്കം ടോട്ടൽ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് 10 ml 360 രൂപ എന്നുള്ളത്. പിന്നെ ഇത് 100 ml ബോട്ടിലാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇവർ ഒരുപാട് എന്ന് പറഞ്ഞാല് പിന്നെ കുച്ചി ഫ്ലോറന്റെ, ഡേവിഡ് ഓഫിന്റെ കൂൾ വാട്ടർ, പാക്കോറബാൻ 1 million, പിന്നെ YSLY ലിബ്രിന്റെ, ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ പെർഫ്യൂം പ്രൊഡ്യൂസറിന്റെ, ഡിയോർ സവേജിന്റെ, ഇതിന്റെ ഒക്കെ ഒരുപാട് പേര് നമ്മൾ ചോദിച്ചിരുന്നു ഡിയോർ സവേജിന്റെ ക്ലോൺ പെർഫ്യൂം വേറെ ഏതാണ് നല്ലത് എന്നുള്ളത്. എനിക്കൊരു അഭിപ്രായമുള്ള ചെറിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒറ്റടിക്ക് പറയുകയാണെങ്കിൽ ഒന്നീ മൈസൺ ആംബറിന്റെ ക്ലോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അൽറിഹാബിന്റെ ഓഫീസർ, ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ അത്യാവശ്യം ലാസ്റ്റിംഗ് ഉള്ള ഒരു പെർഫ്യൂം ആയിക്കാണ് നമുക്ക് ആംബർ ആൻഡ് ലെതർ എന്നുള്ള ഈ പെർഫ്യൂം ഒക്കെ പരിചയപ്പെടുത്താൻ പറ്റും. അപ്പൊ താങ്ക് യു. വീഡിയോക്ക് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, നമ്മൾ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.